സെഡാൻസ് ഒക്കെ ഇനി ആര് വാങ്ങാനോ SUVs പോരെ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ സ്ലാവിയയുടെ പുതിയ ഫേസ് ലിഫ്റ്റ് നല്ല അടിപൊളിയാക്കിയിട്ട് സ്കോഡ ഇറക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ എക്സ്റ്റീരിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ സട്ടിൽ ചേഞ്ചസ് ആണ്. അതായത് ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ്സിൻ്റെ ഡിസൈനിൽ ചെറിയ വ്യത്യാസമുണ്ട്, DRLസിൻ്റെ ഡിസൈനിൽ കുറച്ച് വ്യത്യാസമുണ്ട്, അതുപോലെ ബമ്പർ ഗ്രില്ല് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവർ കുറച്ച് ചെറിയ ചെറിയ ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. സൈഡിൽ നമുക്ക് പുതിയ 16 ഇഞ്ച് അലോയ് വീൽസ് അവൈലബിൾ ആണ്. ഡിസൈൻ മാത്രമേ മാറിയിട്ടുള്ളൂ. റിയറിൽ വലിയ വ്യത്യാസമില്ല എങ്കിലും കുറച്ചൊക്കെ ചെറിയ ചേഞ്ചസ് അവർ വരുത്തിയിട്ടുണ്ട്. ആ സ്ലാവിയ ബാഡ്ജിങ്ങും പിന്നെ ടെയിൽ ലാംപ്സിൻ്റെ താഴത്തെയും മുകളിലത്തെയും കുറച്ച് ഡിസൈൻ എലമെൻസിലായിട്ട്. പക്ഷേ മെയിൻ ഫീച്ചേഴ്സ് എല്ലാം വരുന്നത് ഇൻറ്റീരിയറിലാണ്. കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്രാവശ്യം 10.25 ഇഞ്ചസിൻ്റെ ഇൻസ്റ്റോൾ ലിസ്റ്റ് വന്നിട്ടുണ്ട്. 10.1 ഇഞ്ചസിന് ഇൻഫോടൈം സിസ്റ്റത്തിൽ തന്നെ UI കുറച്ച് മാറ്റിയിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് മസാജ് സീറ്റ്സ് വന്നിട്ടുണ്ട്, ടൈപ്പ് സി ചാർജിംഗ് പോർട്സ് ഉണ്ട്, പിന്നെ ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് സീറ്റ്സ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ്, സിംഗിൾ പെയിൻ സൺറൂഫ്, 360 ഡിഗ്രി ക്യാമറ ഫൈനലി അവർ വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ കുറച്ചൊക്കെ മോഡേൺ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. മെക്കാനിക്കൽ നമുക്ക് 1 ലിറ്റർ TSI 1.5 TSI തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ 1 ലിറ്റർ TSI നേരത്തെ ഉണ്ടായിരുന്ന 6 സ്പീഡ് ഓട്ടോമാറ്റിക് മാറി 8 സ്പീഡ് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. അതല്ലാതെ മാനുവൽ 1 ലിറ്ററിലുണ്ട്. 1.5 7 സ്പീഡ് DSC മാത്രമേ ഉള്ളൂ. പവർ ഫിഗേഴ്സ് എല്ലാം സെയിം ആണ്. ഇതിൻ്റെ പ്രൈസ് അവരിപ്പോൾ പറഞ്ഞിട്ടില്ല, പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പറയും. ബുക്കിംഗ് ഏതായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.